എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര വാഴാനി ഡാമിലേക്കാണ്. ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ്. വടക്കാഞ്ചേരിയുള്ള ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ആദ്യം പോയത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സിനിമയിലെ പ്രമുഖരായിരുന്ന ശ്രീ ഭരതൻ, ശ്രീമതി KPSC ലളിത എന്നിവരുടെ ഓർമ്മ എന്ന വീടുള്ളത്. ശ്രീ ഭരതൻ്റെ തറവാടിനോട് ചേർന്ന് നിർമ്മിച്ച വീടാണിത്. ഭരതേട്ടൻ്റെ സ്മൃതി കുടീരവും ഇതിനടുത്താണ്. കേളി മുതലായ പല സിനിമകളിലും ഇവിടുത്തെ ചുറ്റുപാട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്നു കണ്ടതിനു ശേഷമാണ് വാഴാനിയിലേക്ക് യാത്ര തിരിച്ചത്. തൃശ്ശൂരിൽ നിന്ന് 15 കിലോമീറ്ററും വടക്കാഞ്ചേരിയിൽ നിന്ന് 9 കിലോമീറ്ററും അകലെയായി ഈ ഡാം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ മനോഹരമായ ഒരു ഉദ്യാനവും ചിൽഡ്രൻസ് പാർക്കും ഹാങ്ങിങ് ബ്രിഡ്ജും ഒക്കെയുണ്ട്. ഇവിടെ പാർക്കിങ്ങിനായി വിശാലമായ സ്ഥലമാണുള്ളത്. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. അഡൾട്ടിന് 20 രൂപയും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 10 രൂപയുമാണ് എൻട്രി ഫീ. ഇവിടുത്തെ ടൈമിംഗ് 9:30 മുതൽ 6 മണി വരെയാണ്. ഇവിടെ ഒരു ഫുഡ് കോർട്ടുണ്ട്. സന്ദർശകർക്ക് ലഘുഭക്ഷണം, ചായ, കാപ്പി, ഐസ്ക്രീം, ജ്യൂസ് തുടങ്ങിയവ ഇവിടെ ലഭിക്കും. ഡാമിൻ്റെ ഉള്ളിൽ റിഫ്രഷ്മെൻറ്റ് കഫേകൾ ഉണ്ട്. ഗാർഡനിനുള്ളിൽ ഭക്ഷണ സാധനങ്ങൾ അനുവദനീയമല്ലെന്ന ബോർഡ് കാണാം. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്ക് സമീപം തെക്കുംകര പഞ്ചായത്തിൽ വിരുപ്പാക്കയിൽ കേച്ചേരിപ്പുഴ അഥവാ ആളൂർ പുഴയുടെ കുറുകെ പരമ്പരാഗത രീതിയിൽ പൂർണ്ണമായും മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അപൂർവം അണക്കെട്ടുകളിലൊന്നാണ് വാഴാനി ഡാം. മലയാളത്തിൽ ധാരാളം വെള്ളമുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് വാഴാനി എന്ന പേര് വന്നത്. ഡാമിൻ്റെ നീളം 792.48 മീറ്ററാണ്. റിസർവോയറിന് ഏകദേശം 255 ഹെക്ടർ വിസ്തീർണമുണ്ട്. ഈ പദ്ധതിയുടെ പണി തീർന്നത് 1962-ലാണ്. തൃശ്ശൂർ ജില്ലയിലെ വിനോദസഞ്ചാര ആകർഷണങ്ങളിൽ പ്രധാനമാണ് ഈ ഡാം. വാഴാനി ജലസേചന പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഡാമിൽ നിന്നുള്ള വെള്ളം പ്രധാനമായും നെൽകൃഷിക്കും കുടിവെള്ളാവശ്യത്തിനുമായി ഉപയോഗിക്കുന്നു.
ഇവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു ഉദ്യാനം കാണാം. ഡാമിൻ്റെ അറ്റത്ത് ഷട്ടറിൻ്റെ അടുത്തുകൂടെ പോകുമ്പോഴാണ് ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടെ എത്തുന്നത്. ഞങ്ങൾ ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ഇവിടെ നിന്നും വലതുവശത്തേക്ക് നടന്നാൽ ചിൽഡ്രൻസ് പാർക്കും ഉദ്യാനവും കാണാം. ഇവിടെ നിന്നും ഇടതുഭാഗത്തേക്കായി മുകളിലേക്ക് കയറിയാൽ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാം. ഈ ഡാമിനോടനുബന്ധിച്ചുള്ള മേഖല പീച്ചി വാഴാനി വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നു. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ട് ജലസംഭരണി, മലകൾ, വനം എന്നിവയുടെ മനോഹരമായ കാഴ്ച നമുക്ക് നൽകുന്നു. ചുറ്റുപാടുകളുടെ ശ്രദ്ധേയമായൊരു സവിശേഷത ആകെ വ്യാപിച്ചു കിടക്കുന്ന അഭൗമമായ നിശബ്ദതയാണ്. ഇവിടെ നമുക്ക് നല്ലൊരു ശാന്തത അനുഭവപ്പെടും. തൂക്കുപാലത്തിൽ കയറിയാൽ ചുറ്റുപാടുകളുടെ ഒരു വീക്ഷണകോണിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. തടാകത്തിൻ്റെ ഇരുവശത്തുമുള്ള മനോഹരമായ ക്രമീകരണങ്ങൾ ഏറ്റവും അസ്വസ്ഥരായ മനസ്സുകൾക്ക് പോലും ശാന്തമായൊരു മാനസികാവസ്ഥ നൽകുന്നു. നന്നായി പരിപാലിക്കുന്ന ഈ പൂന്തോട്ടത്തിൽ പ്രായഭേദമില്ലാതെ സമയം ചെലവഴിക്കാൻ പറ്റിയ മികച്ചൊരു സ്ഥലമാണ്. ഗാർഡനിലൂടെ നടന്നാൽ ചിൽഡ്രൻസ് പാർക്കിലെത്താം. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പല എക്യുപ്മെൻറ്റ്സും ഇവിടെയുണ്ട്. ഭക്ഷണ സാധനങ്ങൾ ഗാർഡനിൽ അനുവദനീയമല്ലെന്ന ബോർഡ് ഇവിടെയും കാണാം. ഭക്ഷണ സാധനങ്ങൾ കിട്ടുമോ എന്നറിയാൻ കുരങ്ങന്മാർ വരുന്നത് കാണാം. ഇവ ആരെയും ഉപദ്രവിക്കുന്നത് കാണുന്നില്ല. എന്നാലും ഞങ്ങൾ അവിടെ നിന്നൊന്ന് മാറിയിരുന്നു. ഇവിടെ മലയണ്ണന്മാരും ചാടിക്കളിക്കുന്നത് കാണാം. കുട്ടികൾക്ക് കളിക്കാൻ പാർക്കാണ് ഏറ്റവും ഇഷ്ടപ്പെടുക. എത്ര കളിച്ചിട്ടും ഇവന് മതിയായില്ല.
വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമിനെ പോലെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഈ ഡാം 1962 നിർമ്മിച്ചതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കളിമൺ അണക്കെട്ടുകളിലൊന്നായ തൃശ്ശൂർ ജില്ലയിലെ വാഴാനി അണക്കെട്ട് ശാന്തമായ ചുറ്റുപാടുകളുടെ ഭംഗി ആസ്വദിച്ച് കുടുംബവുമായോ സുഹൃത്തുക്കളുമായോ ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ്.